ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നന്നായി തന്നെ പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന പോർഷനാണ്. നമുക്ക് ആദ്യം തന്നെ നോക്കാനുള്ളത് ലിനിയറും നോൺ ലിനിയറും ആയിട്ടുള്ള ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. അതായത് y ഈക്വൽ ടു mx പ്ലസ് c ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ്, ജനറൽ ഇക്വേഷൻ ആണ് ഇത്. y ഈക്വൽ ടു mx പ്ലസ് c ആ ഒരു ഫോമാറ്റിൽ എഴുതുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതേസമയം നോൺ ലീനിയർ ഇക്വേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ എക്സിന്റെ എക്സ്പോണന്റ്, അതിന്റെ ഡിഗ്രി, മുകളിൽ എഴുതുന്ന പവർ, റേസ് ടു പവർ എഴുതുന്നത് എന്താണോ അതെന്ന് പറയുന്നത് മാക്സിമം 1 വരാൻ പാടുള്ളൂ, നോട്ട് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈക്വൽ ടു 1 മാത്രമേ വരാൻ പാടുള്ളൂ ലീനിയർ ഇക്വേഷൻസിന്റെ കേസിൽ. അതേസമയം നോൺ ലീനിയർ ഇക്വേഷൻസിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന ഏത് ഹയർ ഓർഡർ ആയാലും, അതായത് എക്സ് ക്യൂബ് പ്ലസ് 3x² പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറയുന്നത്, അതായത് പവർ എന്താണ്, 1നേക്കാൾ ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നത് പവർ, അല്ലേ? അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ ലീനിയർ ഇക്വേഷൻ ആണ്. നോൺ ലീനിയർ ഇക്വേഷന്റെ കേസിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് അല്ല, സ്ലോപ്പ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയുള്ള ഈ ലീനിയർ ആൻഡ് നോൺ ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ പോകുന്ന രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡും രണ്ടാമത്തെ റെഗുലാർ ഫോൾസി മെത്തേഡും. അപ്പോൾ ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഐറ്ററേറ്റീവ് അപ്രോച്ച് ആണ്. ഈ ഐറ്ററേറ്റീവ് അപ്രോച്ചിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ ഗസ് എടുക്കുന്നു, ഇതായിരിക്കും അപ്രോക്സിമേറ്റ് റൂട്ട് എന്നുള്ള രീതിയിൽ. നോൺ ലീനിയർ ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇനീഷ്യലി ഒരു ഗസ് ചെയ്യാണ്. x0 എന്ന് പറയുന്നതാണ് ഇനീഷ്യലി നമ്മൾ എടുക്കുന്ന പോയിന്റ് എങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് വരാൻ സാധ്യതയുള്ളത്, ഒരു റൂട്ട് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്ന ആ വാല്യൂ ആണ് ഇനീഷ്യൽ ഗസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഐറ്ററേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന x0 എന്നുള്ള ഇനീഷ്യൽ ഗസ് വെച്ച് ചെയ്യുന്ന അടുത്ത ഐറ്ററേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂനെയാണ് നമ്മൾ x1 എന്ന് പറയുന്നത്. അപ്പോൾ x1ന്റെ വാല്യൂ കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ ഫോർമുലയാണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. xn+1 ആണെങ്കിൽ xn മൈനസ് എഫ് ഓഫ് xn ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് xn ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ x1ന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ n എന്താണ്, 0 ആണ്. അപ്പൊ x0 ആണ് നമ്മുടെ കയ്യിലുള്ളത്. x0 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x0. ഇനി സപ്പോസ് ഫസ്റ്റ് ഐറ്ററേഷൻ കഴിഞ്ഞു, കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അപ്രോക്സിമേറ്റ് റൂട്ട് കിട്ടി, കുറച്ചും കൂടി എറർ കുറഞ്ഞു, അതായത് ശരിക്കുള്ള റൂട്ടിനേക്കാളും ട്രൂ വാല്യൂവിന്റെ കുറച്ചും കൂടി അടുത്തെത്തി. ഇനി വീണ്ടും നമുക്ക് ഐറ്ററേഷൻ ചെയ്യേണ്ടി വന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് x2 ആണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇതേ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും, x1 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x1. ഇത് ജനറൽ എന്നിന് വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്നിന്റെ വാല്യൂ എന്താണ്, n is equal to 1 ആണ് വരുന്നത്. ഇവിടെ n is equal to 0 ആണ് വരുന്നത്. അതിന് വാല്യൂ കൊടുത്തു കഴിയുമ്പോഴാണ് ഈ ജനറൽ ഇക്വേഷനിൽ നമ്മൾ ഈ ഇക്വേഷൻസ് എഴുതിയുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൽ നടക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലുള്ള, ഇവിടുത്തെ എക്സ്പോണന്റ് 2 ആയതുകൊണ്ട് ഇത് ഏത് ഇക്വേഷൻ ആയിരിക്കും, നോൺ ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ നോൺ ലീനിയർ ഇക്വേഷൻ ആണ് നമുക്ക് സോൾവ് ചെയ്യാൻ തന്നിട്ടുള്ളത്. അതിന്റെ കൂടെ നമുക്ക് എന്ത് കൂടെ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ ഗസ് എടുക്കേണ്ട പോയിന്റ് തന്നിട്ടുണ്ട്. ഒരാൾ എടുക്കുന്ന അതേ സെയിം നമ്പർ ആവണം അടുത്ത ആൾ എടുക്കണം എന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇനീഷ്യൽ ഗസ് അവർ മെൻഷൻ ചെയ്ത് തരുന്നത്. ഇതാണെങ്കിൽ അടുത്ത ഐട്രേഷൻ ചെയ്യുമ്പോൾ എന്ത് വാല്യൂ കിട്ടും എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്.
അപ്പൊ നമുക്ക് ഇവിടെ ഓരോന്നും ആദ്യം എടുത്തെഴുതാം. ആദ്യം നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ഫോമാറ്റിൽ വരുന്നത് ഏതാണ്, എക്സ് സ്ക്വയർ മൈനസ് 3x+1. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമാറ്റിൽ ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എല്ലാ സമയത്തും ഡയറക്റ്റ്ലി ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് തരണം എന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഫ് ഓഫ് എക്സ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മളോട് ഇപ്പൊ ഒരു ക്യൂബ് റൂട്ട് ഓഫ് 8 കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. അൺനോൺ വാല്യൂസിന് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ ആ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. എന്ത്, ക്യൂബ് റൂട്ട് ഓഫ് 8 ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ഈ പവറിന്റെ ടേമിലുള്ളത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, രണ്ട് സൈഡും ഇവിടെ ക്യൂബ് എടുത്തിട്ടുള്ളതുകൊണ്ട്, ക്യൂബ് റൂട്ട് എടുത്തിട്ടുള്ളതുകൊണ്ട് രണ്ട് സൈഡും ക്യൂബ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്തായി, എക്സ് ക്യൂബ് ആയി. എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു ഇവിടെ 8 എന്ന് വരും. കറക്റ്റ് അല്ലേ? ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റിൽ ഇക്വേഷൻ ആക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, എക്സ് ക്യൂബ് 8നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, -8 ഈക്വൽ ടു 0 എന്ന് എഴുതുക. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ് ക്യൂബ് -8 ആണ്. ക്ലിയർ ആണല്ലോ? ഇതുപോലെയാണ്. ഇനിയിപ്പോ വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ കാണിച്ചു തരാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അൺനോൺ വാല്യൂ എക്സ് ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 3. സ്ക്വയർ റൂട്ടിന് നമ്മൾ സാധാരണ 2 ഇടാറില്ല, വെറുതെ റൂട്ട് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3. അപ്പൊ എഫ് ഓഫ് എക്സ് നമ്മുടെ എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ്, 3നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, -3 ഈക്വൽ ടു 0 എന്നുള്ള ഫോമാറ്റ്. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ് സ്ക്വയർഡ് -3 ആണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0 ഫോമാറ്റിലാണ് ഓൾറെഡി തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആദ്യം എടുത്തെഴുതാം. എന്താണ്, എക്സ് സ്ക്വയർഡ് -3x+1 ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഇനി നമുക്ക് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ആകുമ്പോൾ എന്താണ്, ഒരു ഇനീഷ്യൽ ഗസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഇനീഷ്യൽ ഗസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ നമുക്ക് എടുത്തെഴുതാം. x0 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഐട്രേഷനിൽ വരുന്ന ഔട്ട്പുട്ട് എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അടുത്ത ഐട്രേഷനിൽ വരുന്നത് എന്തായിരിക്കും, x1 എന്നുള്ള വാല്യൂ ആയിരിക്കും. x1 കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ള x0 മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x0 അല്ലേ ചെയ്യേണ്ടത്. നമ്മുടെ കുറച്ച് നേരത്തെ പഠിച്ച നമ്മുടെ ഇക്വേഷൻ xn+1 ഇസ് ഈക്വൽ ടു xn മൈനസ് എഫ് ഓഫ് xn ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x1ന്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഓക്കെ, ഇതിൽ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പോകേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ വാല്യൂസ് വേണമെന്ന് ആദ്യം നോക്കാം. x0 വാല്യൂ ഓൾറെഡി ഉണ്ട് നമുക്ക്. ഇനി എഫ് ഓഫ് x0 കണ്ടുവെക്കണം. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് സൈഡിൽ കണ്ടുവെക്കാം. എഫ് ഓഫ് x0ന്റെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പൊ എഫ് ഓഫ് 1 ആണ് എന്താണെന്ന് കാണുന്നത്. എന്താണ്, ഈ എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷനിൽ എക്സിന് പകരം 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആൻസർ വരിക, 1² - 3 × 1 + 1 വരും. അതായത് 1 - 2 + 1 വരും, -1. ഓക്കെ, ഇനി അപ്പൊ എഫ് ഓഫ് x0 നമ്മുടെ കയ്യിലുണ്ട്, x0 നമ്മുടെ കയ്യിലുണ്ട്. ഇനി എഫ് ഡാഷ് ഓഫ് x0 കൂടെ വേണം. അപ്പൊ നമുക്ക് ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണോ വരുന്നത് അതാണ്. അപ്പൊ x² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണത്. അപ്പൊ അത് 2x വരും. അതുപോലെ 3xന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 3 മാത്രമേ വരുള്ളൂ. അപ്പൊ 2x - 3 ആണ് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി അതില് എഫ് ഡാഷ് ഓഫ് x0, ആ എഫ് ഡാഷ് ഓഫ് 1 വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക നോക്കാം, 2 - 3 വരും. അതായത് അതും -1 തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ x1ന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 ഇസ് ഈക്വൽ ടു x0ന്റെ വാല്യൂ 1 മൈനസ് എഫ് ഓഫ് x0, അതായത് എഫ് ഓഫ് 1 ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള -1 ഡിവൈഡഡ് ബൈ
എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, എഫ് ഡാഷ് ഓഫ് വൺ ഇവിടെ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? -1 തന്നെ, -1. അതായത് 1 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്ററേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? x1 = 0. അപ്പൊ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ക്ലിയർ ആണല്ലോ. നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം, റെഗുലർ ഫോൾസി മെത്തേഡ്. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് പോലെ തന്നെ ഒരു ഐറ്ററേറ്റീവ് അപ്രോച്ച് ആണ് റെഗുലർ ഫോൾസി മെത്തേഡ് എന്ന് പറയുന്നതും. ഇതും അപ്രോക്സിമേറ്റ് റൂട്ട്സ് കണ്ടുപിടിക്കാനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ലീനിയർ നോൺ ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനായിട്ട്. അതില് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെക്കാൻ, റെഗുലർ ഫോൾസി മെത്തേഡ് നമ്മൾ ഫോൾസ് പൊസിഷൻ മെത്തേഡ് എന്ന് കൂടെ പറയും. റെഗുലർ ഫോൾസി മെത്തേഡിന്റെ കേസിൽ നമ്മുടെ xn+1 വരുന്ന ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇതാണ്, xn+1. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്സർവ് ചെയ്തറിയാം, ഇവിടെ ഒരു x1 ഉണ്ട്, ഒരു x2 ഉണ്ട്, രണ്ട് വാല്യൂസ് വരുന്നുണ്ട്. അപ്പൊ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ ഇനീഷ്യൽ ഗസ് ആയിട്ട് വരുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ടാവും. x1 എന്താണ് എടുത്തിട്ടുള്ളത്, x2 എന്താണ് എടുത്തിട്ടുള്ളത്, ഒരു ഇന്റർവെൽ ആയിട്ടാവും തന്നിട്ടുണ്ടാവുക. 3 to 4 ഇടയിലാണ് ഇതിന്റെ വാല്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 ആയിരിക്കും. 4 എന്ന് പറയുന്നത് എന്താണ്? x2 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ xn+1 എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ വാല്യൂ എന്താ കിട്ടുക? x3 = x1 - f of x1 into x2 - x1 divided by f of x2 minus f of x1. ക്ലിയർ ആണല്ലോ. നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. റൂട്ട് കാണാനാണ് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് f of x = 0 ഫോമിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് f of x എടുത്ത് എഴുതാം. f of x = എന്താണ്? 3x³ - 3x² - 2. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ വേണം? f of x1 വേണം, f of x2 വേണം. അപ്പൊ ആദ്യം f of x1 x2 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം x1 x2 എന്താന്ന് നോക്കാം. റെഗുലർ ഫോൾസി മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ബിറ്റ്വീൻ 3 and 4 ഇതാണ് നമ്മുടെ കീ എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ വാല്യൂ x1 ആയിട്ടും രണ്ടാമത്തെ വാല്യൂ x2 ആയിട്ടും എടുക്കുക. അങ്ങനെയാണെങ്കിൽ f of x1 എന്നുള്ള സ്ഥലത്ത് നിന്ന് വരും f of 3 = 3³ - 3 into 3² - 2. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, which is equal to -2. ഇതുപോലെ തന്നെ f of x2 എന്ന് പറയുന്നത് എന്താണ്? f of 4 ആണ്. 4 ചെയ്യുമ്പോൾ 4³ - 3 into 4² - 2 വരും. അതായത് 64 - 48 - 2 which is equal to 14. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള രണ്ട് വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് x3 ആണ്. x3യുടെ ഇക്വേഷൻ എന്താണ്? x1 - x1 എന്താണ് ഇവിടെ? 3 - f of x1, f of 3 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, -2 into x2 - x1, 4 - 3 divided by f of x2 - f of x1 എന്ന് വെച്ചാൽ f of 4 f of 3 കുറയ്ക്കണം. 14 - -2 which is equal to 3. 4 - 3 = 1 ആണ്. ഈ മൈനസും കൂടി പ്ലസ് ആവും. അപ്പൊ 3 + 2 divided by 16 എന്ന് വരും, which is equal to 16 into 3 പറയുമ്പോൾ 48. 48 + 2 divided by 16 which is equal to 50/16. അതിന്റെ വാല്യൂ നമ്മളിവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, 3.125. അതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. x2 അല്ല x3 ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അടുത്തത് ഇന്റർപോളേഷൻ ആണ്. ഇന്റർപോളേഷൻ മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോൺ ആയിട്ടുള്ള കുറച്ച് ഡേറ്റ പോയിന്റ്സ് ഉണ്ടായിരിക്കും. അതിന്റെ ബേസിസിലാണ് നമ്മൾ അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അതിൽ 3 ടൈപ്പ് ഓഫ് ഇന്റർപോളേഷൻ മെത്തേഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ന്യൂട്ടൺ ഗ്രിഗറി ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല, ന്യൂട്ടൺ ഗ്രിഗറി ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ആൻഡ് ലഗ്രാഞ്ചസ് ഫോർമുല.
ഇതിലെ ഫസ്റ്റ് രണ്ടെണ്ണം ന്യൂട്ടൺ ഗ്രിഗറി ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈക്വൽ ഇന്റർവെൽസിന്റെ കേസിലാണ്. ഈക്വൽ ഇന്റർവെൽസിൽ വരിക. ഈക്വൽ ഇന്റർവെൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഫസ്റ്റ് വാല്യൂ നമ്മൾ എടുക്കുന്നത് x0 ആണെങ്കിൽ അടുത്തത് x0ന്റെ ഒപ്പം h ആഡ് ചെയ്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് x0ന്റെ ഒപ്പം h ആഡ് ചെയ്തതിന്റെ ഒപ്പം വീണ്ടും ഒരു h, അതായത് x0 പ്ലസ് 2h ആയിരിക്കും. ഇവിടെയാണെങ്കിൽ അപ്പൊ എന്ത് വരും? x0 പ്ലസ് 3h. അങ്ങനെ h ഇന്റർവെൽ h വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഈക്വൽ ഇന്റർവെൽ വരുന്ന കേസിലാണ് നമ്മൾ ന്യൂട്ടൺ ഗ്രിഗറി ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഇനി അൺഈക്വൽ ഇന്റർവെല്ലാണ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഏത്? ലഗ്രാഞ്ചസ് ഫോർമുല. നമുക്കിത് ഓരോന്നും നോക്കാം. ഇന്റർപോളേഷൻ ഫോർമുല നോക്കുന്നതിന് മുന്നേ നമുക്ക് ടേംസ് രണ്ടെണ്ണം നോക്കാണ്ട്. എന്താണ് ഫോർവേഡ് ഡിഫറൻസ്, എന്താണ് ബാക്ക്വേർഡ് ഡിഫറൻസ്? അപ്പൊ നമ്മൾ ആദ്യം ഫോർവേഡ് ഡിഫറൻസ് ആണ് പറയാൻ പോകുന്നത്. ഫോർവേഡ് ഡിഫറൻസിന്റെ കേസിൽ നമുക്ക് എക്സ് തന്നിട്ടുണ്ടാവും. എഫ് ഓഫ് എക്സിനെയാണ് വൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സിന് അസൈൻ ചെയ്യുന്ന പോയിന്റ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് കിട്ടുന്ന പോയിന്റ്സും നമുക്ക് തന്നിട്ടുണ്ടാവും റീഡിങ്സ് കുറച്ചെണ്ണം. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ x0 എന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വൈ കിട്ടിയിട്ടുള്ള വാല്യൂന് y0 എന്ന് എടുത്തു. ഈക്വൽ ഇന്റർവെൽസിന്റെ കേസിലാണ് നമ്മൾ എന്ത് ഫോർവേഡ് ഡിഫറൻസ് ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ x0 പ്ലസ് h എന്നുള്ളതായിരിക്കും x1 എന്ന് പറയുന്നത്. x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈന്റെ വാല്യൂ ആണ് y1. അടുത്തത് x2, y2, x3, y3. ഇങ്ങനെ ഡാറ്റ നമുക്ക് തന്നിട്ടുള്ളതാണ് ഈ ഒരു ടാബുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫോർവേഡ് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫോർവേഡ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ വൈ ഐ ഇസ് ഈക്വൽ ടു വൈ ഐ പ്ലസ് 1. ഇവിടെ ശ്രദ്ധിക്കുക, വൈ ഐയുടെ ആണ് നമ്മൾ കാണുന്നത്. ഡെൽറ്റ ഇപ്പോഴത്തെ റീഡിങ്ങിന്റെ കാണണമെങ്കിൽ വൈ ഐ പ്ലസ് 1 തൊട്ടടുത്ത റീഡിങ് മൈനസ് ഇപ്പോഴത്തെ റീഡിങ് വൈ ഐ ചെയ്യുക. ഡെൽറ്റ വൈ ഐ ഇസ് ഈക്വൽ ടു വൈ ഐ പ്ലസ് 1 മൈനസ് വൈ ഐ. തൊട്ടടുത്ത റീഡിങ്ങിൽ നിന്ന് കറന്റ്ലി ഉള്ള റീഡിങ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡെൽറ്റ വൈ ഐ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വൈ സീറോ എന്തായിരിക്കും? ഡെൽറ്റ വൈ സീറോ ഇസ് ഈക്വൽ ടു വൈ 1 മൈനസ് വൈ സീറോ. ഡെൽറ്റ വൈ 1 ആണെങ്കിൽ എന്തായിരിക്കും? അടുത്ത റീഡിങ് ഏതാണ്? വൈ 2 മൈനസ് ഇപ്പോഴത്തെ റീഡിങ് വൈ 1. ഡെൽറ്റ വൈ 10 ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? അടുത്ത റീഡിങ് എന്താ? വൈ 11 മൈനസ് വൈ 10. ക്ലിയർ ആണല്ലോ? ആ ഒരു ഡിഫറൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർവേഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ വൈയുടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇവിടെ y1 മൈനസ് y0 ചെയ്യുന്ന വാല്യൂ ആണ് ഈ ഡെൽറ്റ y0 എന്ന് പറയുന്നത്. ഡെൽറ്റ y1 ആണെങ്കിൽ എന്തായിരിക്കും? y2 മൈനസ് y1 ചെയ്യുന്നതായിരിക്കും. ഈ ഡെൽറ്റ വൈ എടുക്കുന്നതിന് നമ്മൾ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസ് എന്നാണ് പറയാ. ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസ്. ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസിൽ നിന്നാണ് നമ്മൾ സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഡെൽറ്റ വൈ നോട്ടും ഡെൽറ്റ വൈ വണ്ണും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡെൽറ്റ സ്ക്വയർ സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസ് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ 1 മൈനസ് ഡെൽറ്റ വൈ നോട്ട് ആയിരിക്കും. ഡെൽറ്റ സ്ക്വയർ വൈ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ വൈ എൻ പ്ലസ് 1 മൈനസ് ഡെൽറ്റ വൈ എൻ. ഒന്നുമില്ല, നമ്മൾ ഡിഗ്രി ഇതിന്റെ മൊത്തം ഇക്വേഷനിൽ ഡിഗ്രി ഒന്ന് മാറി, അത്രേ ഉള്ളൂ. ഇവിടെ ഡെൽറ്റ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ സ്ക്വയറിൽ എടുക്കണേ എന്നുള്ള വ്യത്യാസമുള്ളൂ. അതായത് തൊട്ട് മുന്നേ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടില്ല, ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസസ് കിട്ടും. സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസസ് തമ്മിലുള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് തേർഡ് ഫോർവേഡ് ഡിഫറൻസ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഫോർവേഡ് ഡിഫറൻസ് ക്ലിയർ ആണല്ലോ. ഇനി ബാക്ക്വേർഡ് ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ബാക്ക്വേർഡ് ഡിഫറൻസിന്റെ കേസിൽ ഇതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള x0 വാല്യൂ ഉണ്ടാവും, y0 വാല്യൂ ഉണ്ട്. അടുത്ത എൻട്രി എന്ന് പറയുന്നത് x1 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് y1 ആണ്. x2, y2, x3, y3 ഇങ്ങനെ കുറച്ച് ഡേറ്റ പോയിന്റ്സ് നമുക്ക് നോൺ ആയിട്ടുള്ളത് തന്നിട്ടുണ്ടാവും.
നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഫോർവേഡ് ഡിഫറൻസിൽ യൂസ് ചെയ്തിരുന്ന സിമ്പിൾ എന്തായിരുന്നു? ഒരു ട്രയാങ്കിളിന്റെ സിമ്പിൾ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇതിന്റെ നേരെ മിറർ ഇമേജ് ആണ് നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസിന് യൂസ് ചെയ്യുന്നത്. ഡെൽ എന്നാണ് വായിക്കുക. ഡെൽ വൈ ഐ. ഡെൽ വൈ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ കേസിൽ ഡെൽറ്റ വൈ ഐ എന്ന് പറയുന്നത് തൊട്ടടുത്ത റീഡിങ്ങിൽ നിന്ന് ഇപ്പോഴത്തെ റീഡിങ് കുറച്ചതായിരുന്നെങ്കിൽ ഇവിടത്തെ കേസിൽ ബാക്ക്വേർഡ് ആണ് നമ്മൾ ഡിഫറൻസ് എടുക്കുന്നത്. അതായത് ഡെൽ വൈ ഐ ഇസ് ഈക്വൽ ടു ഇപ്പോഴത്തെ റീഡിങ് മൈനസ് മുന്നത്തെ റീഡിങ്. ക്ലിയർ ആണോ? അതായത് നമുക്ക് ഒരെണ്ണം എക്സാമ്പിൾ നോക്കി നോക്കാം. ഡെൽ വൈ 5 ആണ് നമുക്ക് കാണേണ്ടതെന്ന് വിചാരിക്കാം. ഡെൽ വൈ 5 ആണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള റീഡിങ് ഏതാണ്? വൈ 5. അതിൽ നിന്ന് പഴയ റീഡിങ് കുറയ്ക്കണം. വൈ 4 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഡെൽ വൈ 5. ഡെൽ വൈ 1 കാണണമെങ്കിൽ എന്താണ്? വൈ 1ൽ നിന്ന് പഴയ റീഡിങ് വൈ നോട്ട് കുറച്ചതായിരിക്കും ഡെൽ വൈ 1. ഇതിലും നമുക്ക് ഫസ്റ്റ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഉണ്ട്, സെക്കൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഉണ്ട്, തേർഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ഓർഡർ മാറുന്നതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം പോലെ തന്നെ ഇതിന്റെ കേസിൽ നമ്മൾ സെക്കൻഡ് ഓർഡറിന്റെ ഒരെണ്ണത്തിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഡെൽ സ്ക്വയർ ആണ് നമുക്ക് ഉണ്ടാവുക. ഡെൽ സ്ക്വയർ വൈ 4 ആണ് നമുക്ക് കാണണമെന്ന് വിചാരിക്കുക. ഡെൽ സ്ക്വയർ വൈ 4 എന്ന് പറയുന്നത് കറന്റ്ലി ഉള്ള ഡെൽ വാല്യൂ, കാരണം ഇവിടെ ഡെൽ സ്ക്വയർ ആണ്. അപ്പൊ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഡെൽ വൈ 4 മൈനസ് ഡെൽ വൈ 3 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡെൽ സ്ക്വയർ വൈ 4. ഓക്കെ ആണല്ലോ? അപ്പൊ ബാക്ക്വേർഡ് ഡിഫറൻസും ഫോർവേഡ് ഡിഫറൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. സെയിം ഡാറ്റയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. x1 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് 2 വരുന്നു. അതേ ഡാറ്റ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1.5 ആവുമ്പോൾ 3.4 വരുന്നു. സെയിം ഡാറ്റ. 2 വരുമ്പോൾ 5 വരുന്നു. നമുക്ക് ഡേറ്റ പോയിന്റ്സ് തന്നിട്ടുള്ളത് സെയിം ആണ്. ഒന്നാമത്തെ കേസിൽ നമ്മൾ എടുക്കുന്നത് എന്താണ്? ഡെൽറ്റ എഫ് ഓഫ് എക്സ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഫോർവേഡ് ഡിഫറൻസ്. ഡെൽ എഫ് എക്സ് ആണെങ്കിൽ അതെന്താണ്? ബാക്ക്വേർഡ് ഡിഫറൻസ്. ഡെൽറ്റ എഫ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസ് ആണ്. ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസ് ആണ്. ഇവിടുത്തെ കേസിലാണെങ്കിൽ സെക്കൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ റീഡിങ്ങിന്റെ നോക്കാം. ഈ ഭാഗത്തെ ഡെൽറ്റ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് റീഡിങ്ങിന് കറണ്ട് റീഡിങ് മൈനസ് ചെയ്യുക. അപ്പൊ 3.4ൽ നിന്ന് 2 മൈനസ് ചെയ്തു, അതായത് 1.4 കിട്ടി. അതാണ് അവിടുത്തെ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസ്. അതേസമയം രണ്ടാമത്തെ റീഡിങ്ങിന്റെ കേസിൽ എന്തുവരും? 5ന്ന് 3.4 മൈനസ് ചെയ്തതാണ്. അടുത്ത റീഡിംഗ് എന്ന് പറയുന്നത് 5 ആണ്. അതിൽ നിന്ന് കറണ്ട് റീഡിങ് 3.4 മൈനസ് ചെയ്തപ്പോൾ 1.6 കിട്ടി. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസ് എന്ന് പറയാം. അടുത്ത റീഡിങ് 1.6ന്ന് 1.4 കുറച്ചു, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 0.2 കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഇതേ ഡേറ്റയുടെ കേസിൽ നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ആണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസിൽ നമുക്ക് എടുക്കാനായിട്ട് വാല്യൂ, പഴയ വാല്യൂ ഇല്ലല്ലോ. അപ്പൊ ഒന്നാമത്തെ ടേബിളിലെ ഡെൽ എഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബ്ലാങ്ക് ആയിരിക്കും. അടുത്തതിന്റെ കേസിൽ എന്താണ്? ഇപ്പോഴത്തെ റീഡിങ്, അതായത് 3.4, അതിൽ നിന്ന് പഴയ റീഡിങ് 2 കുറച്ചത്, അതാണ് 1.4 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തതിന്റെ കേസിൽ ഡെൽ എഫ് എക്സ് എടുക്കുമ്പോൾ ഇപ്പോഴത്തെ റീഡിങ് 5ൽ നിന്ന് 3.4 പ്രീവിയസ് റീഡിങ് കുറച്ചപ്പോൾ 1.6 കിട്ടി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സെക്കൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ്. അപ്പൊ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓക്കെ ആണല്ലോ. നമുക്ക് ഇന്റർപോളേഷൻ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞതിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു ഈക്വൽ ഇന്റർവെൽസ് ആകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ന്യൂട്ടൺ ഗ്രിഗറി ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല. ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല നമ്മളെ ഫോർവേഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഫോർവേഡ് ഡിഫറൻസസ് ആയിരിക്കും.
ഫോർവേഡ് ഡിഫറൻസസ് എടുത്തിട്ടാണ് നമ്മൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ടേംസ് ഇപ്പോൾ നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഫോർവേഡ് ഡിഫറൻസ് എന്നുള്ള ടേം ആദ്യം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇന്റർപോളേഷൻ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരാനാണ്. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് എൻ എച്ച് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് y0 plus n into delta y0 plus n into n minus 1 by 2 factorial into delta square y0 plus n into n minus 1 into n minus 2 divided by 3 factorial into delta cube y0 എന്നുള്ളതാണ്. ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് ചോദിക്കാനായിട്ട് ചാൻസസ് നമ്മൾ വളരെ റെയർ ആയിട്ടാണ് കാണുന്നത്. കാരണം ഇതിൽ ഇത്രയും അധികം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്ര അധികം വരുന്നത് കൊണ്ട് വരാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ ഈ മൊഡ്യൂളിൽ നിന്ന് ആകെ 4 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു 4 മാർക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. അടുത്തത് ന്യൂട്ടൺ ഗ്രിഗറി ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ്. ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയിലാകുമ്പോൾ എന്തായിരിക്കും? എഫ് ഓഫ് എ മൈനസ് എൻ എച്ച് ആണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്? ബാക്ക്വേർഡ് ഡിഫറൻസസിന്റെ ടേംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരിക്കുക. y0 മൈനസ് എൻ ഡെൽറ്റ y0. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് വരുന്ന ടേംസ്, അതായത് ഇവിടെ അതുപോലെ തേർഡ് ടേം വരുന്നത്, ഓൾട്ടർനേറ്റ് വരുന്ന ടേംസിന് നമ്മൾ എന്താണ്? നെഗറ്റീവ് സൈൻ ആണെന്ന് ആലോചിക്കണം. നെഗറ്റീവ് സൈൻ ആണ് വരുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. ഡെൽറ്റയ്ക്ക് പകരം ഡെൽ ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ബാക്കി ഇക്വേഷൻ സെയിം ആണ്. അപ്പൊ ഈ ഇക്വേഷൻസ് കൂടെ ഓർത്തു വയ്ക്കുക. അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൺഈക്വൽ ഇന്റർവെൽസിന് യൂസ് ചെയ്യുന്ന ലെഗ്രാഞ്ചസ് ഫോർമുലയാണ്. ലെഗ്രാഞ്ചസ് ഫോർമുലയുടെ കേസിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y0 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിച്ച് നോക്കി അറിയാം, എക്സ് മൈനസ് എക്സ് നോട്ട് എന്നുള്ള ടേം ഇവിടെ ഇല്ല. എവിടെ? ന്യൂമറേറ്ററിൽ മിസ്സിംഗ് ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ ഡിനോമിനേറ്ററിലാണെങ്കിൽ എക്സ് നോട്ട് മൈനസ് എക്സ് നോട്ട് എന്നൊരു ടേം ഇല്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ ടേംസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. y1ന്റെ കൂടെ വരുമ്പോൾ ന്യൂമറേറ്ററിൽ എക്സ് മൈനസ് എക്സ് വൺ എന്നുള്ള ടേം ഉണ്ടായിരിക്കില്ല. ഡിനോമിനേറ്ററിൽ x1 മൈനസ് എക്സ് വൺ, അതായത് 0 ആവുന്ന തരത്തിലുള്ള ടേമും ഉണ്ടായിരിക്കില്ല. ഓക്കെ അല്ലേ? y2 ആവുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും? എക്സ് മൈനസ് എക്സ് ടു എന്നുള്ള ടേം ന്യൂമറേറ്ററിൽ മിസ്സിംഗ് ആയിരിക്കും. ഡിനോമിനേറ്ററിലാണെങ്കിൽ x2 മൈനസ് x2 0 വരുന്ന രീതിയിലുള്ളത് മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് ഡയറക്റ്റ് ചോദിക്കാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പോ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഫോർമുല അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ ആണ്. നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് 2 അതാണ് ട്രപ്പിസോയിഡൽ റൂളും സിംപ്സൺസ് 1/3 റൂളും. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ട്രപ്പിസോയിഡൽ റൂളിന്റെ കേസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ഇന്റഗ്രൽ എ ടു ബി, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആണ് എയും ബിയും എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ, ഇസ് ഈക്വൽ ടു h/2. h എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് b മൈനസ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇന്റർവെൽസ് ആണ് n. ഇവിടുത്തെ ടേം h. ഓക്കെ, ആ h/2 ഇൻറ്റു എഫ് ഓഫ് എ, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഫംഗ്ഷന്റെ വാല്യൂ പ്ലസ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഫംഗ്ഷന്റെ വാല്യൂ. ഇതിന് നമുക്ക് വേറൊരു തരത്തിൽ എഴുതുകയാണെങ്കിൽ, നിങ്ങൾക്ക് നൊട്ടേഷൻ വേറെ രീതിയിൽ വരികയാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഞാൻ പറയുന്നത്. നമുക്ക് ഇങ്ങനെയും എഴുതാം, h/2 ഇൻറ്റു എഫ് ഓഫ് എന്നുള്ള ഫോം അല്ലാതെ വൈന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ y0 പ്ലസ് yn എന്ന് എഴുതാൻ പറ്റും, പ്ലസ് 2 സിഗ്മ yi. ബാക്കിയുള്ള എല്ലാ ടേംസും 2 ഇൻറ്റു സമ്മേഷൻ ആണ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും.
നമുക്ക് സിംസൺസ് 1/3 റൂളും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടിനും കൂടി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സിംസൺസ് 1/3 റൂളിലാണെങ്കിൽ പഠിക്കേണ്ട ഫോർമുല നമ്മൾ കാണുന്നത് എന്ത് തന്നെയാണ്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ തന്നെയാണ്. അപ്പൊ ഇന്റഗ്രൽ a to b f of x dx തന്നെയാണ് കാണുന്നത്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് h/3 ഇൻറ്റു h/3 ആണ്. ഇവിടെ നേരത്തെ h/2 ആയിരുന്നു, ഇവിടെ വ്യത്യാസം h/3 ഇൻറ്റു എഫ് ഓഫ് എ അതുപോലെ തന്നെ ഉണ്ട്, എഫ് ഓഫ് ബി അതുപോലെ തന്നെ ഉണ്ട്, 2 ഇൻറ്റു സിഗ്മ എഫ് ഓഫ് ഈവൻ ടേംസും 4 ഇൻറ്റു സിഗ്മ എഫ് ഓഫ് ഓഡ് ടേംസും ആണ് വരുന്നത്. എച്ച് നേരത്തെ പോലെ തന്നെ ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ തന്നെയാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ട്രപ്പിസോയ്ഡൽ റൂളും സിംസൺസ് 1/3 റൂളും യൂസ് ചെയ്തിട്ട് നമ്മൾ സെയിം ഇന്റഗ്രല് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ രണ്ടിലും നമുക്ക് എന്ത് ആവശ്യമുണ്ട്? എച്ച് ആവശ്യമുണ്ട്. അപ്പൊ തന്നിട്ടുള്ളതിന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നു നോക്കാം. എ 1 ആണെന്ന് മനസ്സിലായി, ബി 3 ആണെന്ന് മനസ്സിലായി, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എടുത്ത് എഴുതി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² പ്ലസ് 1 ആണെന്ന് മനസ്സിലായി. ഇത്രയും ഡാറ്റ നമുക്ക് ഈ ഒരു നമുക്ക് സോൾവ് ചെയ്യാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലായി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ n is equal to 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ആദ്യം? എച്ച്. 2 മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എച്ച് ആദ്യം കാണണം. ആ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ ആണ്. ബിയുടെ വാല്യൂ എത്രയാണ്? 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ നമ്മുടെ ലോവർ ലിമിറ്റ് 1ന്റെ ഒപ്പം 1 കൂട്ടുന്നതാണ് അടുത്തത്. അതായത് 2 ആണ് അടുത്ത ഇന്റർവെല്, അടുത്ത പോയിന്റ്. പിന്നെ വരുന്നത് 3 ആണ് അപ്പർ ലിമിറ്റ്. ഓക്കെ ആണല്ലോ? നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും എഫ് ഓഫ് വാല്യൂ കൂടെ കണ്ടുവെക്കാം. എഫ് ഓഫ് 1 കാണുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 1² പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2. എഫ് ഓഫ് 2 കാണുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 4 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 5. എഫ് ഓഫ് 3 ആണ് നമ്മൾ കാണുന്നതെങ്കിൽ എന്ത് വരും? 9 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 10. അപ്പൊ നമ്മളെ ഫംഗ്ഷന്റെ വാല്യൂസും കൂടെ കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്ക് ട്രപ്പിസോയ്ഡൽ റൂള് അപ്ലൈ ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പൊ ട്രപ്പിസോയ്ഡൽ റൂൾ അനുസരിച്ച് ഈ ഇന്റഗ്രലിന്റെ ആൻസർ എന്താ വരുന്നത്? h/2 ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി പ്ലസ് ബാക്കി എല്ലാ ടേംസിന്റെയും 2 ഇൻറ്റു സിഗ്മ എഫ് ഐ എടുത്തത്, എഫ് ഓഫ് എക്സ് ഐ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഈക്വൽ ടു എച്ച് നമ്മൾ ഓൾറെഡി കണ്ടു 1 ആണെന്ന് കിട്ടി, 1/2 ഇൻറ്റു എഫ് ഓഫ് എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 10 ആണ്, പ്ലസ് 2 ഇൻറ്റു ആകെ ഒരു ടേമേ ഇടയിലുള്ളൂ, 2 ഇൻറ്റു അതിനെ 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 ഇൻറ്റു 5 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 22 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 11 ആൻസർ. ട്രപ്പിസോയ്ഡൽ റൂൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. നമുക്ക് സിംസൺസ് 1/3 റൂൾ വെച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. സിംസൺസ് 1/3 റൂളിലെ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? h/3 ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി പ്ലസ് 2 ഇൻറ്റു സിഗ്മ എഫ് ഓഫ് ഈവൻ ടേംസ് പ്ലസ് 4 ഇൻറ്റു സിഗ്മ എഫ് ഓഫ് ഓഡ് ടേംസ് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എച്ച് സെയിം തന്നെയാണല്ലോ. ഇവിടെ 1/3 ഇൻറ്റു എഫ് ഓഫ് എ എന്ന് പറയുന്നത് സെയിം ആണ് 2 പ്ലസ് എഫ് ഓഫ് ബി എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 10 ആണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന ഒരു ടേമിന്റെ ആണ്, അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ എന്ന് നോക്കണം. നമുക്ക് 3 പോയിന്റ് ആണുള്ളത്. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ നമുക്ക് എഴുതാം. എക്സിന് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ x0 വരുന്ന സമയത്ത് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 2, 1² പ്ലസ് 1 2 കിട്ടിയിരുന്നു.
x1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് എച്ച് ചെയ്തതാണ്. എച്ച് ചെയ്യുമ്പോൾ 1 പ്ലസ് 1 വരും 2. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 5 ആണ് കിട്ടിയത്. x2 പറയുന്ന വാല്യൂന് നമുക്ക് 1 പ്ലസ് 2h ആണ്. അതാണ് നമ്മുടെ അപ്പർ ലിമിറ്റ് ആയിട്ട് 3 വന്നിട്ടുണ്ടായിരുന്നത്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് 10 ആണ്. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി ആകെ വരുന്ന ഒരു ടേം എന്ന് പറയുന്നത് x1ന്റെ ആണ്. x1ന്റെ എന്ന് പറയുമ്പോൾ എന്താണ്? എഫ് ഓഫ് ഓഡ് ആണ് വരുന്നത്. എഫ് ഓഫ് x1 ആണ് വരുന്നത്. എഫ് ഓഫ് ഓഡ് ടേം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 2 അല്ല, 2 ഇൻറ്റു സിഗ്മ അല്ല വരേണ്ടത്, 4 ഇൻറ്റു സിഗ്മ എഫ് ഓഫ് x1 ചെയ്തതാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/3 ഇൻറ്റു 2 പ്ലസ് 10 പ്ലസ് 4 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു 32/3 വിച്ച് ഈസ് ഈക്വൽ ടു 10.67. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. ആൻസർ ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ സിംസൺസ് 1/3 റൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേ സെയിം ഇന്റഗ്രലിന് കിട്ടുന്ന ആൻസർ വിച്ച് ഈസ് മോർ ക്ലോസർ ടു ദ വാല്യൂ. അതുകൊണ്ട് തന്നെ ട്രപ്പിസോയിഡൽ റൂളിനേക്കാളും കുറച്ചും കൂടി മോർ ക്ലോസർ ടു ട്രൂ വാല്യൂ നമുക്ക് കിട്ടുന്നത് സിംസൺസ് 1/3 റൂൾ വെച്ച് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ പഠിക്കാനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. ഇപ്പൊ ന്യൂമറിക്കൽ മെത്തേഡ്സ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ യൂസ്ഫുൾ ആയി ഫീൽ ചെയ്യുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.